ഞാൻ പഠിച്ച കോഴ്സ് കാർഡിയോവാസ്കുലർ ടെക്നോളജി. അതിൻ്റെ CVT എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ടെക്നോളജി, CCT എന്ന് പറയുന്നത് കാർഡിയാക് കെയർ ടെക്നോളജി. ഇത് തമ്മിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാർഡിയോവാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയാക് കെയർ ടെക്നോളജി, ഇത് തമ്മിലുള്ള ഡിഫറൻസും ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും, ഈ കോഴ്സ് പഠിച്ചാലുള്ള സ്കോപ്പ്, സാലറി, അതുപോലെ ഇപ്പോഴത്തെ ഈ കോഴ്സിൻ്റെ അവസ്ഥ, അത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരിക്കും. ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചതാണ് CVT കോഴ്സിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ്. CVT എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ടെക്നോളജി, CCT എന്ന് പറയുന്നത് കാർഡിയാക് കെയർ ടെക്നോളജി. ഇത് തമ്മിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? വലിയ രീതിയിൽ ഡിഫറൻസ് ഇല്ലെങ്കിലും ഇത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിൽ ഒന്നാമത് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത് കേരളത്തിലുള്ള കോഴ്സാണ്. എന്നാൽ കാർഡിയാക് കെയർ ടെക്നോളജി കേരളത്തിലില്ല, അതുള്ളത് കർണാടകയിലാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റഡി കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് തമ്മിലുള്ള സിലബസ് ഒരു 80 to 90% സെയിം ആണ്. പക്ഷേ കേരളത്തിലുള്ള കാർഡിയോവാസ്കുലർ ടെക്നോളജിയിൽ ഒരു 10% സിലബസ് കൂടുതലാണ്, എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിനെ പറ്റിയാണല്ലോ. കാർഡിയാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഹാർട്ടിലെ ബ്ലോക്ക് സംബന്ധമായും ഹാർട്ടിലെ വെസൽസിൽ വരുന്ന ബ്ലോക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് കാർഡിയോവാസ്കുലർ ടെക്നോളജിയിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ കാർഡിയാക് കെയർ ടെക്നോളജിയിൽ സീറ്റുകൾ ഒത്തിരി കൂടുതലാണ്, പണ്ടത്തെ പോലെയല്ല, കൂടുതലാണ്. കർണാടകയിൽ തന്നെ ഒത്തിരി കോളേജസും ഉണ്ട് ഈ കോഴ്സിനായിട്ട്. കർണാടകയിൽ വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ളതാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. തന്നെ കർണാടകയിൽ 3 ഇരട്ടി കോളേജസ് ആണ് CCT, അതായത് കാർഡിയാക് കെയർ ടെക്നോളജി കോഴ്സ് പഠിപ്പിക്കാനായിട്ടുള്ളത്. അവിടെ കർണാടകയിൽ ഈ കാർഡിയാക് കെയർ ടെക്നോളജിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്ന കുട്ടികൾ അവിടുത്തെ കോളേജസിനെ പറ്റി അറിയുക. ആ കോളേജസിലുള്ള നല്ല അഫിലിയേഷൻ ആൻഡ് നല്ല യൂണിവേഴ്സിറ്റി, മാക്സിമം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചേരാൻ ശ്രദ്ധിക്കുക. കർണാടകയിൽ വരുമ്പോൾ ഫീസ് കൂടുതലായിരിക്കും. ഒരു അപ്രോക്സിമേറ്റ്ലി ഓവറോൾ ഒരു 15 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്കാകും. ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടിയായിട്ട് ഫീസ് കുറച്ച് കൂടുതലാണ് ഈ കോഴ്സിന് ബാക്കി കോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ. പറ്റി പറയാനാണെങ്കിൽ കോഴ്സ് നല്ലൊരു കോഴ്സാണ്, ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. പക്ഷേ നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് കാർഡിയോവാസ്കുലർ ടെക്നോളജി പഠിച്ച സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ട്, അതുപോലെ കർണാടകയിൽ കാർഡിയാക് കെയർ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുതലും ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം കുറവുമാകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, കോമ്പറ്റീഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ, കേരളത്തിലെ ഹോസ്പിറ്റൽ നോക്കിയാലും ചെറുതോ വലുതോ ഹോസ്പിറ്റലായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഈ ഒരു കാർഡിയാക് കെയർ ടെക്നോളജിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റ് ആയിട്ടോ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഹോസ്പിറ്റൽസിൽ മാത്രമേ ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നേഴ്സിങ്ങിനെ പോലെ ഏതെങ്കിലും ചെറിയൊരു ക്ലിനിക്കിലോ ചെറിയ ഹോസ്പിറ്റലോ വലിയ ഹോസ്പിറ്റലോ എവിടെ വേണമെങ്കിലും നേഴ്സിംഗുകാർക്ക് ജോലി കിട്ടും. പക്ഷെ അതുപോലെ സാധ്യതയുള്ളൊരു കോഴ്സല്ല. കാർഡിയാക് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഹോസ്പിറ്റൽസിൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം കേരളത്തിൽ തന്നെ വളരെ കുറവാണ് ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിലും കേസസ്, അതായത് സർജറിയും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ കുറവാണ്. അപ്പം ഇത് നമുക്ക് നോൺ ഇൻവേഴ്സീവായിട്ടും ഇൻവേഴ്സീവായിട്ടും വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് ഇപ്പം എക്കോ ടെക്നീഷ്യൻ അല്ലെങ്കിൽ TMT ടെക്നീഷ്യൻ അല്ലെങ്കിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഇങ്ങനെ വേണം നിൽക്കുന്നവരും ഉണ്ട്. കാത്ത് ലാബ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റേഡിയേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പലരും ചോദിച്ചതാണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ റേഡിയേഷനൊന്നും കിട്ടത്തില്ലല്ലോ, റേഡിയോഗ്രാഫേഴ്സിന് മാത്രമല്ല ഈ റേഡിയേഷൻ്റെ പ്രശ്നമുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇത് പഠിച്ച് കാത്ത് ലാബിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ സിയാം എന്ന് പറയുന്ന മെഷീനും എക്സ്റേ മെഷീൻസും ഒക്കെ കാണും. അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. റെഡ് ഏപ്രൺ എന്ന് പറയുന്ന ഒരു ഡ്രസ്സ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് MSc എടുക്കാം. MSc എക്കോ ടെക്നോളജി ഉണ്ട്, അതുപോലെ MSc തന്നെ പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, MSc കാർഡിയാക് കെയർ ടെക്നോളജി ഉണ്ട്, MSc കാർഡിയോവാസ്കുലർ ടെക്നോളജി ഉണ്ട്. മുന്നോട്ട് പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രൊഫസറായിട്ട് കയറണം എന്നുള്ളവർക്ക് അങ്ങനെ കയറാം. കേരളത്തിലെ കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ 9 കോളേജിലാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ 41 സീറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സീറ്റും വളരെ കുറവാണ് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു 100 കുട്ടികൾ ഫുൾ മാർക്കോട് കൂടി +2 പാസ്സായാൽ പോലും ഈ ഒരു കോഴ്സ് 100 കുട്ടികളും ആഗ്രഹിക്കുന്നെങ്കിൽ 100 പേർക്കുള്ള സീറ്റ് നമ്മുടെ കേരളത്തിലില്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. എവിടെ ആയാലും, കർണാടകയിലായാലും കേരളത്തിലായാലും എവിടെ പഠിക്കാനായാലും UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ബാച്ചെങ്കിലും പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ.
അതായത് അങ്ങനെയുള്ള കോളേജസ് ആകുമ്പം ഫാക്കൽറ്റീസിന് എക്സ്പീരിയൻസ് ഉണ്ടാകും, അതുപോലെ ഫെസിലിറ്റീസ് ഉണ്ടാകും, നല്ലൊരു ഹോസ്റ്റൽ ഉണ്ടാകും, നല്ല ഫുഡ് ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല ഫെസിലിറ്റി മാത്രം പോരല്ലോ, ഈ 4 വർഷത്തെ കോഴ്സാണ്. ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് 3 ഇയർ കോഴ്സും 1 ഇയർ ഇൻറ്റേൺഷിപ്പ് വന്നിട്ട് ടോട്ടൽ 4 വർഷമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫുഡും മെസ്സും സൗകര്യമുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ ഈ കോഴ്സ് പറയുന്ന മിക്ക വീഡിയോസിലും എൻ്റെ ഇതേ കോഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ എക്കോ ടെക്നീഷ്യനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പഠിച്ച കോഴ്സ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എക്കോ, ECG, TMD, കാത്ത് ലാബ്. ഇതിൽ എക്കോ, ECG, TMD എല്ലാം കൂടെ എക്കോ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ TMD ടെക്നീഷ്യൻ മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. മിക്കതും ഒരു 80% ഹോസ്പിറ്റലിലും എക്കോന്റെ അണ്ടറിലാണ് ഈ TMD, ECG ഇത് വരുന്നത്. പിന്നെ ബോയ്സ് ആണ് ഈ പഠിക്കുന്നതിൽ, ബോയ്സ് കൂടുതലും കാത്ത് ലാബ് ചൂസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പെർഫ്യൂഷന് ഞങ്ങളുമായിട്ട് ഒരിതുമില്ല. പെർഫ്യൂഷൻ ഹാർട്ടിന്റെ തന്നെയാണ്, പക്ഷെ വേറൊരു കുറച്ചുകൂടെ ഡീപ്പായിട്ട് എന്തോ പഠിക്കുന്ന സംഭവമാണ്. അത് എനിക്കറിയത്തില്ല, അതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. ഞാൻ പഠിച്ചത് കാർഡിയോവാസ്കുലർ ടെക്നോളജി. അതിൽ ഞാൻ ചൂസ് ചെയ്തത് എക്കോന്റെ ഡിപ്പാർട്ട്മെന്റ്. അതിൽ TMDയും ECGയും കൂടെ ഇൻക്ലൂഡാണ്. മാക്സിമം ഞാൻ കോഴ്സ് പറയുന്ന വീഡിയോസിൽ ജെനുവിനായിട്ട് ആരുടെയെങ്കിലും ഇൻഫർമേഷൻ വാങ്ങിയിട്ട് മാത്രമാണ് ഞാൻ പറയാറ്. കാരണം അനസ്തേഷ്യ ടെക്നീഷ്യനാണ് ഞാൻ. ഈ ഒരു കോഴ്സിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കോഴ്സിനെ പറ്റി പറയാതെ അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ വോയിസും കൂടി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ വോയിസ്, പുള്ളിക്കാരി പഠിച്ചത് BVOC ആണ്. ഓക്കെ, BSc ഉണ്ട്, BVOC ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്. നിങ്ങൾ മാക്സിമം എടുക്കുമ്പോൾ മാക്സിമം BSc തന്നെ നോക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ കാർഡിയോവാസ്കുലർ കൊള്ളാം, സാലറി ഉണ്ട്, അതൊന്നും കേട്ട് ദയവ് ചെയ്ത് ഒരു പാരാമെഡിക്കൽ കോഴ്സ് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സ് എടുക്കാവൂ. അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് കോഴ്സ് എടുക്കരുത്. നിങ്ങൾക്കത് പിന്നെ ഭാവിയിൽ ബുദ്ധിമുട്ടായിരിക്കും. LBS വരുവാണെങ്കിൽ, LBS വഴി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷത്തി സംതിങ് ഒക്കെ ആയിരിക്കും ഫീസ് വരുന്നത് ഒരു വർഷത്തേക്ക്. എന്നാൽ കർണാടകയിലോട്ട് വരുമ്പോൾ ഒത്തിരി കൂടുതലായിരിക്കും ഫീസ്. പിന്നെ പലരും ചോദിച്ചതാണ് ഈ പെർഫ്യൂഷനും ഇതും ഒന്നാണോ എന്നുള്ളത്. പെർഫ്യൂഷൻ എക്സാക്റ്റ്ലി വേറൊരു കോഴ്സാണ് കേട്ടോ. പെർഫ്യൂഷൻ എന്ന് പറയുന്നത് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, പാത്തോളജി, ബയോകെമിസ്ട്രി എന്നിവയൊക്കെയാണ്. എന്ന് പറയുന്നത് കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എക്കോ എടുക്കാൻ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ എക്കോ ടെക്നീഷ്യൻ ആയിരിക്കും എക്കോ എടുക്കുന്നത്. ഒരു അൾട്രാസൗണ്ട് മെഷീനൊക്കെ ഉണ്ട്. ആ മെഷീൻ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഈ എക്കോ ടെക്നീഷ്യൻ്റെ പണി. പിന്നെ TMD എന്ന് പറയുന്നതും വേറൊരു മെഷീനാണ്. നമ്മുടെ ഈ ട്രെഡ്മില്ലില്ലേ, അതുപോലൊരു മെഷീനാണ്. ആ മെഷീനിൽ നിങ്ങളെ ഓട്ടിച്ച് നോക്കി നിങ്ങളുടെ ഹാർട്ടിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി പഠിക്കുന്നതാണ് അവിടെ. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്കോ ടെക്നീഷ്യനായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ TMD ടെക്നീഷ്യനായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ കാത്ത് ലാബ് ടെക്നീഷ്യനായിട്ട് നിൽക്കാം. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഇതിലേത് ഫീൽഡിൽ നിങ്ങൾക്ക് നിൽക്കണമെന്നുള്ളത്. അങ്ങനെയാണ് ഈ കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയിട്ട് മാക്സിമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അതുപോലെ ഇനി വേറെ ഏത് കോഴ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അതും കമൻറ്റിൽ ചോദിക്കാം. പിന്നെ കുറച്ച് പേര് LBS കഴിഞ്ഞ വർഷത്തെ മാർക്കുകൾ ചോദിച്ചിരുന്നു. അതുപോലെ ബേസ് ചെയ്ത് റാങ്ക് എങ്ങനെയാണ്, അതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണ്, BSc നഴ്സിംഗ് എവിടെയൊക്കെ രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ കുറേ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസ് സമയം അനുസരിച്ച് ഇടാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ അനുസരിച്ചായിരിക്കും ഞാൻ കൂടുതലും വീഡിയോ പ്രിഫർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.